ഒരു ഡ്രൈവറാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടൊന്നും ആവശ്യമില്ല, അങ്ങനെയൊക്കെ കരുതുന്ന ആളൊക്കെ ആണെങ്കിലോ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ. പല ഗിയർ ബോക്സുകൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗിയർ ബോക്സ് സെനാരിയോ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് സെനാരിയോ നോട്ട് മെറ്റ് എന്ന് കാണിക്കും. അത് ഡ്രൈവിലാണെങ്കിൽ 76 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ 8-ലെത്തും. നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഇതേ M3. ഓക്കെ, ഇന്ത്യയുടെ നാഷണൽ എഞ്ചിൻ മൾട്ടിജെറ്റാന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ നാഷണൽ ഗിയർ ബോക്സ് ഏസിനാന്ന് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2100 RPM വെച്ച് ഗിയർ ഷിഫ്റ്റ് ആണെങ്കിൽ ഏറെക്കുറെ 90 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ S8-ലെത്തും. നമസ്കാരം. പണ്ടാരോ പറഞ്ഞു ജർമ്മൻ കാറുകൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, നമ്മളെ പണിക്ക് പോകാൻ സഹായിക്കും എന്നൊക്കെ. ആരോ അല്ല, അത് പറഞ്ഞത് വിവേക്ജിയാണ്, എനിക്കറിയാം. ഓക്കെ, ഞാൻ ജർമ്മൻ കാറുകളുടെ ഒരു ആരാധകനാണ്. നിർഭാഗ്യവശാൽ ഇതുവരെ ഒരു ജർമ്മൻ കാറ് എനിക്കങ്ങോട്ട് കയ്യെത്തി പിടിക്കാൻ പറ്റിയിട്ടില്ല. ഉടനെ പറ്റുമായിരിക്കും ഞാൻ കരുതുന്നുണ്ട്. ഓക്കെ, വാട്ടവർ. പക്ഷേ നമുക്ക് ഇവിടെ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ജർമ്മൻ, ഇപ്പോൾ സ്കോഡ എന്ന് പറയുന്നൊരു കമ്പനി എന്ന് പറയുന്നത് ജർമ്മൻ അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും ഔഡിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ജർമ്മൻ എന്ന് പറയാം. ആ ഒരു സ്കോഡയുടെ കൈലാക്കുണ്ട്, അതല്ലെങ്കിൽ കുശാക്കുണ്ട്, അങ്ങനെ പല വണ്ടികളുണ്ട്. സിംപ്ലിസിറ്റിയാണ്. ഇപ്പോൾ സിംപ്ലി ദ ക്ലെവർ എന്നൊക്കെ പറയും പോലെ ഉള്ളൊരു കാര്യമൊക്കെ സ്കോഡ പറയുന്നുണ്ടെങ്കിലും സിംപ്ലിസിറ്റിയാണ് സ്കോഡയുടെ ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അയ്യോ, അത് ഇന്നോവയാണ്, അതിൻ്റെ വണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ദാ കിടക്കുന്ന സ്കോഡ കുശാക്കിനെ കുറിച്ചാണ്. കുശാക്കിൻ്റെ പുതിയ മോഡലാണ്. പുതിയ മോഡൽ എന്ന് പറയുമ്പോൾ ഫേസ് ലിഫ്റ്റാണ്. പക്ഷേ അതിൽ മെക്കാനിക്കലി ഒരു മാറ്റം വന്നിട്ട് ആ മാറ്റം എന്താണെന്ന് ഞാൻ പറയാം. ആ മാറ്റത്തിനെ കുറിച്ച് വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് സ്കോഡ കുശാക്കിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. കൊച്ചിയിലായിരുന്നു ഒരു പ്രീമിയർ, പക്ഷേ കൊച്ചിയിൽ പ്രീമിയർ ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയില്ല. കാരണം വീഡിയോ ഞാൻ ഡ്രൈവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇത് ജയ്പൂരാണ്, പിങ്ക് സിറ്റിയാണ്. പിങ്ക് സിറ്റിയുടെ ഭംഗിയൊക്കെ നമ്മൾ നെക്സോണിൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് സ്കോഡ കുശാക്കാണ് നമ്മുടെ ഇര എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് ആ വണ്ടിയെക്കുറിച്ച് സംസാരിക്കാം. വരും. അപ്പോൾ ഇതാണ് സ്കോഡ കുശാക്കിൻ്റെ കീ. ഇതൊരു ഫ്ലിപ്പ് കീ ആണ്. ഈ കീക്കകത്ത് ലോക്ക് അൺലോക്ക് ബൂട്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കീ നമുക്ക് ആവശ്യമില്ല, പുഷ് ബട്ടണാണ്. സ്റ്റിൽ ഈ സ്കോഡ കുശാക്കിൽ വന്ന മാറ്റങ്ങൾ എന്താ? രൂപത്തിൽ വന്ന മാറ്റങ്ങൾ ഫേസ് ലിഫ്റ്റ് ആണല്ലോ, ഫേസ് ലിഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ റിബ്സ് പോലുള്ള ക്രോം എലമെൻറ്റുകൾ ഗ്രില്ല് വന്നു, ഒരു ചെറിയ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തു. ഓക്കെ, മോണ്ടെ കാറിലപ്പോൾ 1 ലിറ്ററിലും 1.5 ഉണ്ട്, അതിൽ റെഡ് ലൈൻസ് കാണാം. പിന്നെ ബമ്പറിൽ അല്ലെങ്കിൽ ആ വലിയ ലൈറ്റ് കണ്ടോ, ആ DRലാണ് ഏറ്റവും പുതിയ പുതുമ എന്ന് ഞാൻ പറയുന്നു. ആ ഒരു പുതുമ മാത്രമല്ല, താഴത്ത് കാണുന്ന ലൈറ്റ്സ്, ആ ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് ബമ്പറിലാണ്, കുറച്ച് മുകളിലായിട്ടാണ്. അതായത് ഹെഡ് ലാമ്പിൻ്റെ സ്ഥാനത്ത് ഫോഗ് ലാമ്പ്, മുകളിലായിട്ട് ഹെഡ് ലാമ്പ് എന്ന് പറയാം. പിന്നെ ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഈ പാർക്കിംഗ് സെൻസേഴ്സും ആ ഗ്രില്ലിൻ്റെ ഡിസൈനും കാണാം. പാർക്കിംഗ് ക്യാമറ ഇല്ലാത്ത 360 ക്യാമറ ഇല്ലാത്തൊരു മോഡലാണിത്. പിന്നെ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ക്ലാഡിങ് ഉണ്ടല്ലോ, ഒരു SUV ക്ലാഡിങ്, അത് ഈ ഒരു വണ്ടിക്കുണ്ട്. കംപ്ലീറ്റ് കാണാം, അതൊരു SUV ആണല്ലോ. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക, പുതിയ മാറ്റമായിട്ട് കാണാൻ പറ്റുക ആ പനോരമിക് സൺറൂഫാണ്. ഇപ്പോൾ സ്കോഡ കുശാക്കിന് പനോരമിക് സൺറൂഫ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിൽ സ്റ്റാൻഡേർഡാണ്. ഫോർ എക്സാമ്പിൾ സാധാ സൺറൂഫ്, ഓട്ടോ ഡിമ്മിങ്, IRVM, അതുപോലെ അലോയ് വീൽസ്, അങ്ങനെ പല സംവിധാനങ്ങളും സ്റ്റാൻഡേർഡാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതുകൂടി സ്കോഡ കുശാക്കിൻ്റെ ഒരു കാര്യമായിട്ട് പറയാവുന്നതാണ്. 6 തരം വീലുകളുണ്ട് സ്കോഡ കുശാക്കിൻ്റെ വിവിധമായിട്ടുള്ള വേരിയൻസിന്. അതിൽ വീലുകൾ ഇഷ്ടപ്പെടുന്ന വീലിൻ്റെ ഫാൻസിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വീൽ തിരഞ്ഞെടുക്കാം, ഇഷ്ടപ്പെട്ട വേരിയൻറ്റ് പോലെ. അപ്പോൾ റൂഫ് റെയിൽസ്, പിന്നെ ഈ വിൻഡോയുടെ ആ ഒരു ബോർഡർ, അവിടെ കൊടുത്ത പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഈ മിററിലെ ഇൻഡിക്കേറ്റർ, ഇതൊക്കെ തന്നെ സാധാരണ നമ്മൾ കണ്ട കുശാക്കൊന്നും വ്യത്യാസമായിട്ടൊന്നും പറയില്ല. പക്ഷേ വശങ്ങൾ കൂടി പറയണമല്ലോ. എനിക്ക് ഈ വണ്ടിയുടെ 1.5 ലിറ്ററിൽ ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് വന്നു എന്നുള്ള ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് 1 ലിറ്ററാണ്, ഇതിന് ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് അല്ല. പിന്നെ നോക്കിയേ, ഇത് ഡ്രം ആട്ടോ. ഇവിടെ ഡ്രം ബ്രേക്ക് കാണാം. 205/55 R17 വീലാണ്. ഈ വീൽ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയൂ. പിന്നെ ഈ വണ്ടിയുടെ ആ ഹാൻഡിലിനകത്ത് കൊടുത്ത ക്രോമിനൊക്കെ തന്നെയും ആ ഗ്രീനിനോട് നല്ല സാമ്യമുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട് വണ്ടിക്ക് കളർ കൂടുമ്പോഴേ. പിന്നെ ഇവിടെ സ്കോഡ എന്നുള്ള ലോഗോ നമുക്ക് കാണാം എന്നുള്ളതാണ്. ഈ വൈപ്പറിൻ്റെ ഷേപ്പ് കണ്ടോ, വൈപ്പറിൻ്റെ എയറോ ആ ഒരു ഇൻസൈറ്റ് കൊടുത്തത് കണ്ടോ, ഇതൊക്കെ നമ്മൾ സ്കോഡ ഫോക്സ്വാഗൺ വണ്ടിയിൽ കാണുന്ന കാര്യമാണ്. പിന്നെ ഓട്ടോ വൈപ്പേഴ്സില്ലേ, റെയിൻ സെൻസിങ്, അതും സ്റ്റാൻഡേർഡാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് സ്റ്റാൻഡേർഡുള്ള വണ്ടിയാണ്. അപ്പോൾ കുശാക്ക് ഒരു സ്റ്റാൻഡേർഡായി അല്ലേ? അതെ. പുതിയ സ്കോഡ കുശാക്കിൻ്റെ ഷിംല ഗ്രീൻ എന്ന് പറയുന്നത് ഈ പച്ചപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണെന്നാണ് സ്കോഡ പറയുന്നത്. സംഗതി ശരിയാണ്, സംഗതി കളറാണ്. ആ കളർ എന്ന് പറയുന്നത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഗ്രില്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാണാൻ ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. മോണ്ടി കാർലോ വേർഷൻ ഇപ്പോൾ 1.5-നും 1 ലിറ്ററും ഉണ്ട്. അതിൻ്റെ മുകളിൽ റെഡ് ലൈൻസ് കാണാം. ഈ ഒരു
പോസ്റ്ററാണ് കുശാഖിന് ഏറ്റവും ഭംഗി. ഇതിൻ്റെ ബാക്കിലെ ലൈറ്റിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, ലൈറ്റുകളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ടൈൽ ലാമ്പിൻ്റെ ഡിസൈൻ കൂടാതെ സ്കോഡ എന്നുള്ള നെയിം പ്ലേറ്റും ലൈറ്റിംഗ് ചെയ്യുന്ന ആ നെയിം പ്ലേറ്റും വന്നു എന്നുള്ളതാണ്. ഓക്കെ, കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്. ആ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് അല്ലെങ്കിൽ ആ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ഈ ഇൻഡിക്കേറ്റർ പ്രത്യേകത സീക്വൻഷ്യലാണ്. കണ്ടാ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു സീക്വൻഷ്യൽ സെറ്റപ്പ്. പിന്നെ ബമ്പറിലും മാറ്റുന്നുണ്ട്, ആ ബമ്പറിൻ്റെ ഡിസൈൻ മാറ്റുന്നുണ്ട്, ആ റിഫ്ലക്ടറും കാര്യങ്ങളും കാണാം. ഓക്കെ, ഇതിനകത്ത് കാര്യമായിട്ട് പറയാവുന്ന മാറ്റം എന്ന് പറയുന്നതൊക്കെ തന്നെയാണ്. പിന്നെ ഈ വണ്ടിയുടെ കോമ്പാക്ട് സൈസ്, ഇതിൻ്റെ വീൽ ബേസ്, ഇതിൻ്റെ ഒരു ക്ലെവറായിട്ടുള്ള വീൽ പൊസിഷനിങ്, ഇതൊക്കെ പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണമാണ്. 97% ലോക്കലൈസേഷനുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ട്, എന്നാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിനോട് കിടപിടിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള MQB0AIN എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതിൻ്റെ വീൽ ബേസാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ സ്പേസിങ്ങും ആ ലൈൻ കണ്ടോ, ടെയിലാം മൂലം അങ്ങോട്ട് പോയിട്ട് ആ സ്കോഡ എന്നുള്ള ബാഡ്ജിനോട് ചേർന്നിട്ട് ആ സ്കോഡ ബാഡ്ജിലൂടെ കറങ്ങി യൂട്ടേൺ അടിച്ച് തിരിച്ചിങ്ങനെ വന്ന് ഒരിത്തിരി കൊടുത്തിട്ട് വന്നുള്ള ക്ലീൻ ആയിട്ടുള്ള ലൈൻസ് കണ്ടോ. ആ ലൈൻസ് ഡാഷ്ബോർഡിലുണ്ട് ഇങ്ങനത്തെ സെയിം. അത് ഞാൻ കാണിക്കാം. എനിക്ക് ആ ലൈൻസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ക്ലീനാണ്, പക്ഷേ ബ്യൂട്ടിഫുള്ളാണ്, ക്യൂട്ടാണ്, കൗതുകമുണ്ട്. അതാണ് കുശാഖിൻ്റെ കാര്യം. ഷാർക്ക് ഫിൻ ആൻഡിയും കാണാം. ഈ സ്കോഡ കുശാക്കിൻ്റെ ബൂട്ടുണ്ടല്ലോ, ഇത് 491 ലിറ്ററാണ്. ഈ 491 ലിറ്റർ ബൂട്ടിൽ നമുക്ക് അത്യാവശ്യത്തിന് അധികം സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ പെട്ടി വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അതായത് ആ സ്പേസ് ഒന്ന് കാണിക്കാനായിട്ട്, സ്പേസിൻ്റെ ഏകദേശം രൂപ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ 60-40 സ്പ്ലിറ്റ് കാണാം. ആ ചൈൽഡ് സീറ്റ് ടെതറുകളൊക്കെ കാണുന്നുണ്ട്. ഇനി ടയറുണ്ടോ സ്റ്റെപ്പിനി? യെസ്, സ്റ്റെപ്പിനി വീലും ഉണ്ട്. അത് അലോയല്ല, പക്ഷേ അതിനകത്ത് സബ് ബൂഫറും കാണാം. ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അതൊക്കെ ഗുണമുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, കൂടാതെ ഹുക്ക് കണ്ടോ, പാഴ്സൽ ഷെൽഫ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് പിടിച്ചടയ്ക്കാനായിട്ടൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സ്കോഡ കുശാക്കിന് 2 എഞ്ചിൻ ഓപ്ഷനാണല്ലോ. ഈ 1 ലിറ്റർ TSI എന്ന് പറയുന്നത് 114 bhp 178 Nm. ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. 3 സിലിണ്ടർ കാണാം. നീറ്റായിട്ടുള്ള എഞ്ചിൻ പേ ആണ്. ആ എഞ്ചിൻ പേയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ ബോണറ്റിൽ ഇൻസുലേഷൻ കാണില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു വേസ്റ്റ് ബോക്സ് പോലെ കാണുന്ന ഭാഗത്താണ് അക്യുമുലേറ്റ് ചെയ്യുക വെള്ളം അല്ലെങ്കിൽ ഡെബ്രീസൊക്കെ. പക്ഷെ അവിടെ നമുക്ക് കാണാം കുറച്ച് പൂവൊക്കെ കിടക്കുന്നുണ്ട്. പൂക്കളേ, ആ സൗണ്ട് കേട്ടില്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് TSI? ടർബോ ചാർജ്ഡ് സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ എന്നാണ്. ഈ സ്ട്രാറ്റിഫൈഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലേയേർഡ് എന്നാണ്. സംഗതി ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. സാധാരണ കാറുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന, ഫോർ എക്സാമ്പിൾ ഒരു മാരുതി ബ്രസയൊക്കെ എടുത്താൽ പോർട്ട് ഇഞ്ചക്ഷനാണ്. പോർട്ട് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂവലും എയറും മിക്സായിട്ട് വാൽവ് തുറക്കുമ്പോൾ വാൽവിനകത്തേക്ക് പ്രീ മിക്സ് ആയിട്ടാണ് വരിക. കാരണം ഇഞ്ചക്ട് ചെയ്യുന്നത് പോർട്ടിലായതുകൊണ്ട് പോർട്ടിൽ തന്നെ ആ എയറും ഫ്യൂവലും മിക്സ് ആവും. പക്ഷേ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് സിലിണ്ടറിലേക്ക് ഫ്യൂവൽ ഡയറക്റ്റ് ആയിട്ടാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഇവർ സ്ട്രാറ്റിഫൈഡ് ആയിട്ടാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലെയറുകളായിട്ട്. ഇപ്പോൾ സ്പാർക്ക് പ്ലഗിന് അടുത്ത് കുറച്ച് റിച്ച്, അതിന് താഴെ ലെയറുകൾ കുറച്ച് ലീൻ, അഥവാ ഒരിത്തിരി റിച്ച് അല്ലാതെ. റിച്ച് എന്ന് പറയുമ്പോൾ പറയാമല്ലോ കുറച്ച് കൂടുതൽ ഫ്യൂവൽ, ലീൻ എന്ന് പറയുമ്പോൾ കുറഞ്ഞ ഫ്യൂവൽ. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ കംപ്രഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പവർ സ്ട്രോക്കിൽ ഇത് നന്നായി കത്തും. അപ്പോൾ എഫിഷ്യൻ്റ് ആയിരിക്കും, അതുപോലെ പവറും ഉണ്ടാവും. അതാണ് ഈ TSI ടെക്നോളജി. അത് വളരെ സിമ്പിളാണ്. കുറച്ചുകൂടി വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോയെന്ന് വെച്ചാൽ ഓക്കെ, പറയണമെങ്കിൽ പറയാം. എന്തായാലും ഇത് TSI ആണ്. ടർബോ ചാർജ്ഡ് സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷനാണ്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഈ മോണ്ടെ കാർലോ വെർഷനിലെ 1.5 വീലുകൾക്ക് റെഡ് കാലിപ്പറാണ്. അതിന് 4 വീലിലും ഡിസ്ക് ഉണ്ട്. സാധാ വണ്ടിക്കും സാധാ മോണ്ടെ കാർലോ 1 ലിറ്ററിനും റെഡ് കാലിപ്പറാണ്. അത് പക്ഷേ മുന്നിൽ മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ കാറുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഡോറിൻ്റെ വെയിറ്റിലാണ്. പണ്ട് പോളോയുടെ ഡോറിൽ കയറി നിന്നിട്ടൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അത് കാണിക്കാറുണ്ട്. ഈ സൗണ്ട് കേൾക്കാം, ആ തട്ട് സൗണ്ട് കണ്ടില്ലേ? ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷും കാണാം കേട്ടോ. ഓക്കെ, ഇവിടെ ഡോർ പാഡിലേക്ക് നോക്കിയാൽ ബോട്ടിൽ ഹോൾഡറുകളുണ്ട്. പിന്നെ ദേ ഈ കാണുന്ന സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഇത് ഓൾ പവർ വിൻഡോസ് ഓട്ടോ ഡൗൺ അപ്പല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ റിമോട്ട് ഞെക്കി പിടിച്ചാൽ ഒറ്റ വിൻഡോയെ കയറുള്ളൂ, ഒറ്റ വിൻഡോയെ താഴുള്ളൂ. കാരണം ബാക്കിയൊന്നിനും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഇല്ല. ഓക്കെ, അതൊരു കോസ്റ്റ് കട്ടിങ് ആട്ടോ. കുശാക്ക് വൈ. പിന്നെ ഈ ഡോറിൽ ഈ റിക്വസ്റ്റ് സെൻസർ കാണാം. ഇത് തുറന്നു കഴിയുമ്പോഴേ ഇവിടെ ഒരു വലിയ ഹാൻഡിലുണ്ട് പിടിക്കാനായിട്ട്, വിച്ച് ഈസ് ഗുഡ്. ഒരു ചെറിയ പാഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാ സ്പീക്കറൊക്കെ കാണാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കട്ടിങ് പോലുള്ള ഡിസൈൻ എന്ന് പറയുന്നത്, ഈ ഡിസൈനാണ് ഡാഷ്ബോർഡ് ചെയ്യുന്നത്. ഇതൊരിത്തിരി ഫ്ലിംസി ആയിട്ട് തോന്നി. ഈ കാറിന് ഇത് പോരാ. പിന്നെ ഈ ഡിസൈൻ എൻ്റെ കൊള്ളാം, പക്ഷേ ഇത്തിരി ഫ്ലിംസി ആയിട്ട് തോന്നി. ഡാഷ്ബോർഡിന് ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്. അതിൻ്റെ മുകളിൽ പോളിഷും കൂടി വരുമ്പോഴേ ഒരിത്തിരി ഷൈനി ആയിട്ട് തോന്നുന്നുണ്ടേ. ഈ വണ്ടിയിൽ ഗ്ലോബലി വരുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ സ്റ്റിയറിംഗാണ്. ഇത് ഗ്ലോബൽ മോഡലുകൾ കാണുന്ന സ്റ്റിയറിംഗ് തന്നെയാണ്. ഈ സ്റ്റിയറിങ്ങിന് അതിൻ്റെ ഒരു ഫിനസ് ഉണ്ട്. ഈ ഒരു സ്വിച്ചുകൾക്കാണെങ്കിലും ഈ ഒരു ഹോൺ പാഡിനും ഈ പാഡിലിനുമൊക്കെ ഈ സ്റ്റാക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആ ഓട്ടോ അടയ്ക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നത് ലോവർ വേരിയൻറ്റിൽ കീടുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ വേറൊരു സംഗതി ഇവിടെ കാണില്ല. പിന്നെ ഇതാണ് സ്വിച്ചുകൾ എന്ന് പറയുന്നത്.
ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. ഈ ഡാഷ്ബോർഡിൻ്റെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓക്കെ ക്വാളിറ്റി എന്ന് ഞാൻ പറയുള്ളൂ ഒരു ജർമ്മൻ കാറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ചില എലമെൻറ്റുകൾ കാണാൻ ഭംഗിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഡയമണ്ട് പാറ്റേൺ ഒക്കെ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഈ ഫ്രണ്ട് സീറ്റിൽ നമുക്ക് വെന്റിലേഷൻ ഉണ്ട്. ഈ ഫ്രണ്ട് സീറ്റിൽ വെന്റിലേഷൻ ഉണ്ടെന്ന് ഊന്നി പറയാൻ എന്തുകൊണ്ട് അറിയോ? ബാക്കിൽ വെന്റിലേഷൻ ഇല്ലെങ്കിലും വേറൊരു സംഗതി ഉണ്ട്, അത് മസാജിങ് ആണ്. അതിലേക്ക് വരാം. ഓക്കെ, ഇത് ഇലക്ട്രിക് സീറ്റാണ്. ഈ സീറ്റിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇവിടെ വലിയ പെഡലുകൾ കാണാൻ കേട്ടോ. അപ്പോൾ സ്കോഡ കുശാക്കിൻ്റെ ഡാഷ്ബോർഡിന് മാറ്റമുണ്ടോ? എന്ത് മാറ്റം? കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. സ്ക്രീൻ മാറിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ പ്രധാനമായ മാറ്റം. ഓക്കെ, ഞാൻ സ്വിച്ച് ഓൺ ആക്കണേ. സ്വിച്ച് ഓൺ ആക്കാന്ന് പറയുമ്പോഴേ ഈ സ്കോഡയുടെ സ്ക്രീനിനെ കുറിച്ച് പറയണ്ടത്. ഇതിപ്പോൾ ആൻഡ്രോയിഡ് ബേസ്ഡ് സ്ക്രീനാണ്. അതായത് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന ആപ്പുകളൊക്കെ കാണാം. ആപ്പുകൾ എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആപ്പിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. ഓക്കെ, ഈ ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ അതിനകത്ത്. ഓക്കെ, ഇവിടെ പാർക്ക് അസിസ്റ്റ്, ഇത് ESP ഓഫ് ചെയ്യാനുള്ളത്, ഇതിൻ്റെ ഓട്ടോ AC സിസ്റ്റം കണ്ടോ. അപ്പോൾ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ക്രീനാണിത്. കാറ്റഗറീസ് സെറ്റിങ്സ് ഒക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. അതായത് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കിയ സെൽറ്റോസ് ആയിട്ടോ അല്ലെങ്കിൽ ക്രെറ്റ ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല എന്ന് തോന്നും. പക്ഷേ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ലളിതം സുന്ദരമാണ് നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ എങ്കിൽ ഇത് കൊള്ളാം എന്ന് പറയാം. പിന്നെ AC വെൻറ്റുകളുണ്ടോ? ഈ AC വെൻറ്റുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ട് അടച്ചു വെച്ചാൽ ഒരു തുള്ളി എയർ വരില്ല എന്നുള്ളതാണ്. താഴെ ഇവിടെ വെൻറ്റിലേറ്റർ സ്വിച്ചുകളുണ്ട്, അല്ലെങ്കിൽ സ്വിച്ച് ഉണ്ട്. വെൻറ്റിലേറ്റർ സീറ്റിൻ്റെ കുറേ ഡമ്മികളുണ്ട്. ഇത് ലോക്ക് അൺലോക്ക്, ഇത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഈ ടച്ച് പാനൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അതായത് എപ്പോഴും ഞാൻ പരാതി പറയാറുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും, എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഇപ്പോൾ പിന്നെ എയർ കെയർ എന്ന് പറഞ്ഞാൽ പ്യൂരിഫയറിൻ്റെ കാര്യം കാണാം. അപ്പോൾ സ്ക്രീനിലും അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ആ 8 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഭാഗം കാണാം. ഈ ഭാഗത്ത് വയർലെസ് ചാർജിങ് ഉണ്ടോ? വയർലെസ് ചാർജിങ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഈ AC പാനലിന് താഴെ വയർലെസ് ചാർജിങ്ങും 2 C പോർട്ടും കാണുന്നുണ്ട്. ആ C പോർട്ടൊന്നും കാണിക്കാമല്ലോ. C പോർട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. ഇതിൽ ഗിയർ ബോക്സിന് സ്പോർട്ട് മോഡ് ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു മാനുവൽ മോഡും കാണാം. ഇവിടെ നോക്കിയേ, ഈ പാർക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് മാനുവലാണ്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതേ ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. മുന്നിൽ വെന്റിലേഷൻ ഉണ്ട്, പവേർഡ് സീറ്റ് ഉണ്ട്, ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള സ്ക്രീൻ ഉണ്ട്, വിർച്വൽ ക്ലസ്റ്ററാണ്. ക്ലസ്റ്റർ ഞാൻ കാണിക്കാം. ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും ഉള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം എപ്പോഴും സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും വേണമെന്ന് ഞാൻ പറയാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ഇതിലിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഇരിക്കണം. നമ്മുടെ ഒരു ലെഗ് സ്പേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെഡ് റൂം ആണെങ്കിലും നീ റൂം ആണെങ്കിലും ഫ്രണ്ട് സീറ്റിൽ നല്ലതാണ്. ഇപ്പോൾ വെന്റിലേറ്റർ സീറ്റിൻ്റെ പൊസിഷനിങ് നിങ്ങൾക്ക് ആ സ്വിച്ചിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് താഴാൻ പറ്റും. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ സീറ്റ് യൂസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ക്യാബിൻ്റെ കാര്യത്തിൽ എല്ലാം സെറ്റാണ് എന്ന് പറയാനുള്ളത്. അതായത് ഒന്നും ഓവർഡൺ അല്ല, ഒന്നും അധികമായിട്ടില്ല, ചില ആൾക്കാർക്ക് വേണ്ടത് പോലുമില്ല. എന്നാലും ഇതിനകത്ത് ആവശ്യത്തിനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു മിനിമലിസ്റ്റ് ആയിട്ടുള്ള കാറുകൾ ഇഷ്ടമാണ്. ഞാനൊന്നും അഡാസിൻ്റെ ഒരു ഫാൻ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രൂസ് കൺട്രോൾ മാത്രമുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ആ ഒരു ഗുണം കാണാം. പക്ഷേ അത് വിലയിലൂടെ കാണണം. വില ഒരു പറഞ്ഞിട്ടില്ല, പക്ഷേ പറയട്ടെ. ഇതാണ് സ്കോഡ കുശാക്കിൻ്റെ വിർച്വൽ കോക്പിറ്റ് എന്ന് സ്കോഡ വിളിക്കുന്ന ക്ലസ്റ്റർ. ഇതിനകത്ത് നമുക്ക് പല വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ എന്ന് പറയുന്നത് വിർച്വലായിട്ട് നമുക്ക് കാണാമെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൂടെ നമുക്ക് കൈപിടിച്ച് കഴിഞ്ഞാൽ ഓഡിയോ, ടെലിഫോൺ, അല്ലെങ്കിൽ വെഹിക്കിൾ ചാർജ്, ഡ്രൈവിംഗ് ഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഞാൻ ചവിട്ടി പൊളിച്ച് ഓടിച്ച് വന്നതാണ്. അതായത് റേഞ്ച് 480 കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീനായിട്ട് ആ ഒരു സ്പീഡ് കാണിക്കാം, അല്ലെങ്കിൽ ആ ടാക്കോമീറ്ററൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ടിൽറ്റും റീച്ചും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ല. അതിന് കാരണം എന്ന് പറയുന്നത് അടുത്തേക്ക് ഇടാനായിട്ട് എളുപ്പമാണ്, ഓടിക്കാനായിട്ട് എളുപ്പമാണെന്നുള്ളതാണ്. ക്രൂസ് കൺട്രോൾ സ്റ്റാക്ക് ഇവിടെ കാണാം. ഇതാണ് ആ വൈപ്പറിൻ്റെ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ യൂറോപ്യൻ കാറുകളെ പോലെ ഇടതുവശത്താണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഓട്ടോ ഡെമ്മിങ്ങുള്ള മിറർ, ഫ്രെയിംലെസ് മിറർ എന്നൊക്കെ പറയാം. ഓട്ടോ ഡെമ്മിങ്ങുള്ള ഫ്രെയിംലെസ് മിററാണ്. ഇവിടെ നമുക്കൊരു ഗ്ലാസ്സുള്ള ഒരു സൺവൈസർ കാണാം. ഇവിടെ ഇതിൻ്റെ സൺ റൂഫിൻ്റെ സ്വിച്ചുകളൊക്കെ കാണുന്നത്. ഈ സൺഷെയ്ഡിന് മാത്രം സ്വിച്ച് കൊടുത്ത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് വെച്ച പോലെ തോന്നി. ഒത്തിരി ഒരു ഭംഗിക്ക് കുറവുണ്ടാക്കുന്നുണ്ട്. അവിടെ ഗ്രാബ് ഹാൻഡിലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സാധാരണ വണ്ടികൾ കാണുന്ന പോലെ, അതായത് സ്കോഡ വണ്ടികൾ കാണുന്ന പോലെ ഇൻഡിക്കേറ്റർ നമുക്ക് അകത്തുനിന്ന് ആ ഒരു കുനിപ്പായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെയാണ്. ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണേ കേട്ടോ. ഒരു ടിക്കറ്റ് ഹോൾഡർ ഉണ്ട്, ഒന്നുമില്ല പറഞ്ഞ തെറ്റാ. ഞാൻ കുശാക്കിൻ്റെ പിൻ സീറ്റിലായിരിക്കുന്നത്. ഈ പിൻ സീറ്റിൽ മസാജിങ് ഫംഗ്ഷനാണ് പുതുതായിട്ട് വന്നത്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. ഈ മസാജിങ് ഫംഗ്ഷൻ വന്നപ്പോൾ ചാരിലാണ് മസാജിങ് ഉള്ളത് കേട്ടോ. ആ മസാജിങ് ഫംഗ്ഷൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഇതാണ് മസാജിങ്ങിൻ്റെ സീറ്റിൻ്റെ ആ ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. അവിടെ C പോർട്ടുകൾ കാണാം, AC വെൻസ് കാണാം. ഇതും ഒരു ഇത്തിരി ഫ്ലിംസിയാണ്. പിന്നെ ഇവിടെ ഒരു മൊബൈൽ ഒരു ഹോൾഡർ പോലെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. പോക്കറ്റുകൾ, സീറ്റ് പോക്കറ്റുകളുണ്ട്. ഞാൻ ആ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഇവിടെ നിന്ന് മസാജ് കൊള്ളാം. ഓക്കെ,
അത്യാവശ്യം നല്ല മസാജിങ് ആണ്. ഇത് സ്കോഡ എന്ന പറഞ്ഞ കമ്പനിയുടെ ഇന്ത്യയിലെ ഒരു വണ്ടിയിൽ, ഇന്ത്യയിലല്ല മൊത്തത്തിലായിരിക്കും, ആദ്യത്തെ മസാജിങ് സീറ്റാണെന്നാണ് അവർ പറയുന്നത്. അത് കുശാക്കിലാണ് കൊടുത്തതെന്നും പറഞ്ഞു, അതിൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് ഒരു നല്ല ഫീച്ചറാണ്. ഇവിടെ ഒരു ഹാൻഡിലൊക്കെ വേണം. ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ടോ? ഇതിൽ പോരുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹെഡ് റൂം, ലെഗ് റൂം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ, അത് വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഈ മസാജ് സീറ്റ് കൊള്ളാം. ഇത് ഓടിക്കാരെങ്കിലും കിട്ടുമോ? തിരിച്ചു പോകണ്ടേ? ഈ സ്കോഡ കുശാക്കിനെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, കാരണം മാറ്റങ്ങളില്ലല്ലോ. പിന്നെ മൂന്നാമത് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ചെറിയൊരു ഹമ്പുണ്ട്, വളരെ ചെറിയ ഹമ്പാണ്, ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ആംറസ്റ്റ് ഉണ്ട്, കപ്പ് ഹോൾഡർ ഉണ്ട്. ഈ പാറ്റേൺ കൊടുത്തേക്കുന്നത് വെന്റിലേറ്റഡ് കം മസാജ് ഫംഗ്ഷന് വേണ്ടി ആയിരിക്കണം. ഇതേ ഹെഡ് റെസ്റ്റുകൾ കണ്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഉയർന്നു താഴ്ന്ന് കാണാം. ഇതാണ് മസാജിങ് എന്ന് പറയുന്നത്, എയർ ബേസ്ഡ് മസാജിങ് ആണ്. ഇപ്പോൾ ഈ സീറ്റിന് കുറച്ച് നിമ്നോന്നതങ്ങൾ വന്ന പോലെ ഇവിടെ ചൈൽഡ് സീറ്റ് അതും കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്തിരി തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത പോലെ തോന്നി. അപ്പോഴാണ് നടുവിലേക്ക് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇവിടെ വെളിച്ചമുണ്ട്, ഏരിയാണ്, അത്യാവശ്യം നല്ല ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു കുശാക്കിൻ്റെ. അപ്പോൾ സ്കോഡ കുശാക്കിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ അനർഘ നിർഗളം പ്രസംഗിക്കാനൊന്നുമില്ല എന്നർത്ഥം. മാറ്റങ്ങൾ പറഞ്ഞു, അതിൻ്റെ സീറ്റിൽ വന്ന മസാജിങ് ഫംഗ്ഷൻ പറഞ്ഞു. ഇനി പറയേണ്ടത് എൻജിൻ്റെ കൂടെയുള്ള 1 ലിറ്ററിൻ്റെ കൂടെയുള്ള 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടറിനെ കുറിച്ചാണ്. അത് ഒരു പുതിയ ഗിയർ ബോക്സാണ്. അപ്പോൾ ആ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് റേഷ്യോസ് ആയിട്ട് വണ്ടിയുടെ മൈലേജിനും പെർഫോമൻസിനും വേണ്ടി ടർബോ ലാഗ് ഒഴിവാക്കാൻ വേണ്ടി ട്യൂൺ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കാം, കുശാക്ക് ഓടിക്കാം. കുശാക്കിൻ്റെ 1 ലിറ്റർ TSI വിത്ത് 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓടിക്കാം. ഇത് സ്കോഡ കുശാക്കിൻ്റെ 1 ലിറ്റർ TSI ആണ്. ഇത് 1 ലിറ്റർ ആണെന്ന് എങ്ങനെ അറിയാം? ജസ്റ്റ് സ്റ്റാർട്ടാക്കുക, അപ്പോൾ നമുക്ക് 1 ലിറ്റർ മനസ്സിലാവും. ഇനി ഞാൻ ഡയൽസ് മാറ്റിയിട്ട് ആ ഡയലാകട്ടെ, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡ്രൈവ്, അതുപോലെ നമുക്കിവിടെ ഞെക്കിയ സ്പോർട്സ് ആവും. ഞാൻ S1 ലിറ്റർ ഓടിക്കുന്നത്. ഈ S1 ലിറ്റർ ഓടിക്കാൻ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇത് 8 സ്പീഡാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 8 സ്പീഡിൽ എത്തുമ്പോൾ അറിയാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് S-ലാണ് എളുപ്പം. S-ലാവുമ്പോൾ നമുക്ക് കാണാം, ഗിയർ ഷിഫ്റ്റിംഗ് കാണാം, ഗിയർ റേഷ്യോസും കാണാം. അതുപോലെ ഡ്രൈവറാണെങ്കിൽ അത് കാണില്ല, RPM നോക്കി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ S4 ആയി. 2100 RPM അടുപ്പിച്ചാണ് ഇത് ഷിഫ്റ്റ് ആവുന്നത്. 2100 ഇപ്പോൾ 6 ഔട്ടോ. കണ്ടോ, അത് നമ്മൾ ഡ്രൈവ് മോഡിലാണെങ്കിൽ അത് ഷിഫ്റ്റ് ആവുന്നത് കുറച്ചുകൂടി താഴ്ത്താം, ഒരു 1800 അല്ലെങ്കിൽ 1900 RPM. എന്നാൽ കാല് കൊടുത്താലോ, കാല് കൊടുത്താൽ രണ്ടും ഏറെക്കുറെ ഒരേ ഒരു RPM ഷിഫ്റ്റ് ആവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ S7 ആണ്, ഞാൻ ചവിട്ടി S5, S3 5600 RPM റെഡ് ലൈൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് മാനുവൽ മോഡാക്കിയാലോ, M4 ആയി, M3 വീണബിൾ അല്ല, M3 കേട്ടോ. ഓൾ ദ വേ ടു 6000. 6000 RPM അത് ഷിഫ്റ്റ് ആവുന്നത്. തോന്നിയിട്ടാ 4-ൽ. ഓക്കെ, അപ്പോൾ ഈ ഗിയർ ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് കിഡ്ലൻ ഗിയർ ബോക്സാണ്. കിഡ്ലൻ എന്നുള്ള വാക്കാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് എയ്സിൻ്റെ 8 സ്പീഡ് AQ300 എന്ന് പറയുന്ന ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സാണ് വിത്ത് പ്ലാനറ്ററി ഗിയർ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഒരു 300 എന്ന് പറയുന്നത് അതിന് ടോർക്ക് ആണ്, ടോർക്കിൻ്റെ ഒരു ലിമിറ്റാണ്. 300 Nm വരെ താങ്ങുന്ന ഒരു ടോർക്കുള്ള ഒരു ഗിയർ ബോക്സ്, ടോർക്ക് ക്യാരി ആവുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇതിന് 178 Nm ഉള്ളൂ. ഇതിനകത്ത് പീനട്സ് ആണത് 178 എന്ന് പറയുന്നത്. ഈവൻ DSG മാറിയിട്ട് 1.5-ൽ ചിലപ്പോൾ ഇത് വന്നേക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 250 Nm DSG ആ ഒരു എഞ്ചിനുള്ള DSG ഗിയർ ബോക്സിൻ്റെ 1.5. അപ്പോൾ DQ250 എന്ന DCTA വരെ റിപ്ലേസ് ചെയ്യാൻ തക്കവണ്ണം പര്യാപ്തമായിട്ടുള്ള ഗിയർ ബോക്സാണ് എയ്സിൻ്റെ ഈ ഒരു AQ300 എന്നാണ് പറയുന്നത്. അപ്പോൾ AQ250നെ സിമ്പിളായിട്ട് റിപ്ലേസ് ചെയ്യുമെന്ന് പറയാം. ഇനി വരുന്ന ഫോക്സ്വാഗൺ കാറുകളിൽ, ഇവൻ കൈലാക്കിൽ പോലും ഇതേ എഞ്ചിനും ഗിയർ ബോക്സും കോമ്പിനേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ വീട്ടസ്, അതുപോലെ നമ്മുടെ ടൈഗൂൺ. ഓക്കെ, അപ്പോൾ നമുക്ക് പല ഇടങ്ങളിൽ ഈ ഗിയർ ബോക്സ് കാണാം. ഇന്ത്യയുടെ നാഷണൽ എഞ്ചിൻ മൾട്ടിജെറ്റാണെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ നാഷണൽ ഗിയർ ബോക്സ് എയ്സിനാണ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ഇവിടെ അന്വർത്ഥമാവാണ് ഈ ഒരു വണ്ടിയിലും അത് തന്നെയാണ് വന്നപ്പോൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള ഗിയർ ബോക്സാണ്. ആദ്യം 4 ഗിയർ റേഷ്യോ ക്ലോസും പിന്നെ കുറച്ച് ലോങ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ S മോഡിൽ, ഫോർ എക്സാമ്പിൾ S മോഡിൽ ഞാൻ നോക്കിയപ്പോൾ 2100 RPM വെച്ച് ഗിയർ ഷിഫ്റ്റ് ആണെങ്കിൽ ഏറെക്കുറെ 90 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ S8-ലെത്തും. അത് ഡ്രൈവിലാണെങ്കിൽ 76 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ 8-ലെത്തും. ഞാൻ ഫോർ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ
83, 82. ഓക്കെ, M8, അതായത് 8 ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഷിഫ്റ്റ് ചെയ്താൽ മാനുവലിലേക്ക്. അപ്പോൾ ഈ ഗിയർ ബോക്സിൻ്റെ ഒരു പ്രകടനപരത അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. ഈ വണ്ടീനെ നന്നായിട്ട് തന്നെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗിയർ ബോക്സ്. അതായത് പഴയ AQ 250 6 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് അത്രയ്ക്കൊരു വലിയ എക്സൈറ്റിംഗ് ആയിരുന്നില്ല ഈ വണ്ടിക്ക്. അത് മാത്രമല്ല ചെറിയ ടർബോലാഗ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഇവിടെ ടർബോലാഗ് മാസ്ക്ഡ് ആണ്. ടോർക്ക് കൺവേർട്ടറിൻ്റെ ക്ലച്ച് എൻഗേജ് ആവുന്ന ആ ഒരു സമയം മാത്രമേ നമുക്കിവിടെ തോന്നുള്ളൂ ആ ഒരു ഡിലേ പോലെ. അതും നമ്മൾ RPM നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഒരു ലേമാൻ പെർസ്പെക്റ്റീവിൽ അതത്ര പ്രശ്നമല്ല. അപ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് 1 ലിറ്റർ എഞ്ചിൻ എന്ന് സ്കോഡയുടെ ഈ എഞ്ചിൻ ടർബോ ചാർജ് എഞ്ചിനെ വിളിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് 1 ലിറ്റർ എഞ്ചിനുകൾ വെച്ച് കമ്പയർ ചെയ്തോ ആ ഒരു കമ്പാരിസൺ വരുമ്പോൾ ഇതിൻ്റെ പവർ ഫിഗറുകൾ നല്ലതാണ്. 114 bhp പവർ ഇതിനകത്തുണ്ട്, 178 Nm ടോർക്ക് ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് MQB0AIN എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി 95% ലോക്കലൈസേഷനിൽ നമുക്ക് യൂറോപ്യൻ ഫീല് ഇന്ത്യൻ വണ്ടികൾ കിട്ടാൻ തക്കവണ്ണം ചെയ്തിട്ടുള്ളതാണെന്നാണ് സ്കോഡ പറയുന്നത്. അത് ഏറെക്കുറെ ശരിയാണ്. ഇത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നന്നായി തോന്നി. ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ, എനിക്ക് തോന്നുന്നില്ല അത്ര പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഗിയർ ബോക്സുകൾ നമ്മൾ അധികം ഈ ഒരു പ്രൈസ് റേഞ്ച് വന്നില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ച് 20 ലക്ഷം താഴെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. കാരണം പല ഗിയർ ബോക്സുകൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗിയർ ബോക്സ് സെനാരിയോ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് സെനാരിയോ നോട്ട് മെറ്റ് എന്ന് കാണിക്കും. ഇവിടെ അങ്ങനല്ല. നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഇതേ M3. ഓക്കെ, ഈവൻ കേട്ടോ, ദിസ് ഈസ് ഫാസ്റ്റ്. പക്ഷേ അവിടെ ഒരു ചെറിയ ട്രേഡ് ഓഫ് ഉണ്ട്. ഫാസ്റ്റ് എന്ന് പറയുന്നത് 1 ലിറ്ററിൻ്റെ ഫാസ്റ്റ് ആട്ടോ. അവിടെ ഒരു ചെറിയ ട്രേഡ് ഓഫ് എന്ന് പറയുന്നതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. റോഡിലെ സകല അണ്ടുലേഷൻസും സകല ചാട്ടങ്ങളും ഇതിനറിയാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം എയർ കൂടുതലായിട്ടാണ് എന്ന്. പക്ഷേ എയർ നോക്കാനായിട്ട് ഇതിന് ആ ഒരു TPMS കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ മറ്റ് പല സോഫ്റ്റ് വണ്ടികളെ പോലെ, ഇപ്പോൾ സെൽറ്റോസ് ഫോർ എക്സാമ്പിൾ, ക്രെറ്റ ഫോർ എക്സാമ്പിൾ, അതല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഫോർ എക്സാമ്പിൾ, അങ്ങനെയുള്ള വണ്ടികളെ പോലെ ഒന്നുമല്ല. ഇതിന് ഒത്തിരി കൂടി ഒരു ജമ്പി ഫീൽ ഉണ്ട്. അതായത് ആ സ്റ്റിഫ്നെസ് നമുക്ക് റെഡിക്ക് റോഡിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ ഈ പ്രസൻറ്റേഷനിൽ ഇവർ ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് 4 വീല് ഡിസ്ക് ബ്രേക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ഡ്രം മതി, ഒരേ പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് DSG മോഡലുള്ള 1.5 അവർ ശരിക്കും കൊടുത്തത് 4 വീല് ഡിസ്ക്കാണ്. ഇതിൽ 4 വീല് ഡിസ്കില്ല, ഫ്രണ്ട് ഡിസ്ക്കും ബാക്ക് ഡ്രമ്മാണ്. അപ്പോൾ എനിക്ക് തോന്നിയതേ ഇപ്പോൾ ഇവർ 2 കാര്യങ്ങളിൽ ഊന്നി പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് 2 എയർ ബാഗ് വെച്ച് തന്നെ NCAP എന്ന് പറയുന്നത് 5 സ്റ്റാർ ആണെന്ന് പറയുന്നത്. ഇപ്പോൾ 6 എയർ ബാഗ് ഉണ്ട്, അത് ഇപ്പോൾ റെഗുലേഷനാണ്. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സ്കോഡ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്കോഡയുടെ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് കൊള്ളാവുന്ന ഒരു വണ്ടിയാണെന്നറിയാം. അതിൻ്റെ ഒരു പ്രകടനപരത അല്ലെങ്കിൽ പെർഫോമൻസ് നല്ലതാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാവുന്ന ഒരു ഗുണമുണ്ട്. ഓക്കെ, ഇത് ഒരു യൂറോപ്യൻ കാറുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് ഓടിക്കുമ്പോഴുള്ള ഫൺ ഫാക്ടറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഈ AQB0AIN പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 കോർണറിലേക്ക് വീലുകൾ വെച്ചിട്ട് ആ വീൽ ബേസ് കുറച്ച് അധികം കൂട്ടിയിട്ട് ഉള്ളിലെ സ്പേസ് ക്ലെവറായിട്ട് മാനേജ് ചെയ്യുന്നതൊക്കെ അതൊക്കെ നമുക്ക് ഈ വണ്ടിക്കകത്ത് കാണാം. ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് ഓടിക്കുന്നതൊക്കെ അത്യാവശ്യം ഉയർത്തി നിന്നിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ കോമ്പറ്റീഷൻ നോക്കിയാലേ മറ്റ് സെഗ്മെൻറ്റിൽ ഈ സെഗ്മെൻറ്റിലെ മറ്റ് വണ്ടികൾ എന്ന് പറയുന്നത് ഇതിനേക്കാളും വലുതാണ്. ഇതൊരു ഇത്തിരി കോമ്പാക്ട് സൈസാണ്. പിന്നെ ഇതിന് ഡിസൈനും ഉണ്ടാവും ഒരു ഗുണം. ഇതിന് ഡിസൈൻ ടൈംലെസ് ഡിസൈൻ പോലെ ഡിസൈനാണ്. ടൈംലെസ് ഡിസൈൻ പോലെ എന്ന് പറയാൻ കാരണം പോളോട് അത്രയും ടൈംലെസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു അഴകളവുകൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂട്ട്നെസ് ആണ് ഫീൽ ചെയ്യുക. നമ്മൾ ടോളിലെത്തിട്ടോ ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന പറയുന്നത് ഒരു ഇത്തിരി കൂടി നമുക്ക് ഇഷ്ടപ്പെടും, ആകർഷണം തോന്നും. അത് നല്ല ഗുണമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈയിടെ ഞാൻ ഒരു ലോഞ്ചിന് പോയി, ഔഡിയുടെ SQ8. ഈ SQ8 ലോഞ്ചിന് പോയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അതൊരു സ്ലീപ്പർ കാറാണെന്നുള്ളത്. പക്ഷേ ആ സ്ലീപ്പർ കാർ എന്ന് പറയുന്നത് ഒരു V8 എഞ്ചിൻ, ഒരു 507 bhp പവർ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ഒരു കോമ്പാക്ട് SUV പോലുള്ള ഒരു SUV കിട്ടുന്നത് പറയുന്നത് മാരക പവറല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 ലിറ്ററിന് ഒരു മാക്സിമം ഊറ്റിയെടുത്തേക്കുന്നത് ഈ 114 bhp എന്നുള്ള വണ്ടിക്ക് അത്യാവശ്യം നല്ല പവറും നല്ല പെർഫോമൻസും ആണെന്നുള്ളതാണ്. എനിക്ക് 178 Nm എന്ന് പറയുന്ന ടോർക്ക് എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ട് തോന്നി. കാരണം നമുക്ക് ഒരിക്കലും ഒരു ടർബോ ലാഗോ അല്ലെങ്കിൽ പവറില്ലായ്മ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇൻ ഗിയർ ആക്സിലറേഷൻ ഉണ്ടോ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നു, ഷിഫ്റ്റ് ചെയ്യാതെ നോക്കാം. അതായത് S ആണ് അപ്പോൾ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ S4 ഞാൻ പോവുകയാണ്. S4 ഞാൻ പോകുമ്പോൾ ഇപ്പോൾ ഏറെക്കുറെ 3000 RPM ആണ്. ഞാൻ കാല് കൊടുക്കണം കേട്ടോ. ഗിയർ മാറേണ്ട കാര്യമിലേക്ക് S4 തന്നെ കയറി പോയാൽ മതി. പക്ഷേ ഗിയർ മാറി S5 കയറി. അപ്പോൾ അവിടെ ഇനഫ് പവർ ഉണ്ട് ആ ടോർക്ക് ബാൻഡിൽ എന്നുള്ളതാണ്. ഞാൻ ഒന്ന് പുള്ളി തോട്ടെ, മാക്സിമം എത്ര പുള്ളിയാൻ പറ്റും. അതിന് മാനുവൽ മോഡ് ഇടണം. ഇത് നമുക്ക് മാനുവൽ മോഡിൽ ഇട്ടാൽ സിമ്പിളായിട്ട് റെഡ് ലൈൻ ചെയ്യാം. അവർ പറഞ്ഞിട്ടുണ്ടോ 3 നിന്ന് 7 മാറ്റിക്കുന്നു. കാരണം അവിടെ RPM ആയി. കാല് കൊടുക്കണേ. എൻ്റെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ ഇൻഡിക്കേറ്റർ കണ്ടില്ല, നമുക്ക് തിരിയാറായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഹൈവേയിൽ ഇത്ര നേരം ഓടിച്ചിട്ട് നമ്മൾ ഈ വണ്ടിയുടെ പെർഫോമൻസ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്
ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്കോഡയുടെ അടുത്ത അല്ലെങ്കിൽ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ അടുത്ത ഒരു കുതിച്ചു ചാട്ടമാണ്. 8 സ്പീഡ് ഗിയർ ബോക്സ്, ഫ്യൂവൽ എഫിഷ്യൻറ്റ്, പവർഫുൾ, ടർബോ ലാഗ്, മാസ്ക് ചെയ്യുന്നു. ഇതൊക്കെ കാര്യമായിട്ട് തന്നെ പറയാം. എനിക്ക് ഈ 1 ലിറ്ററിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഫ്ലോസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ റൈഡ് ക്വാളിറ്റി ഒരു കാര്യം മാത്രമായിട്ട്. പിന്നെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളതൊക്കെയാണ്. അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗുണമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാറാണ്, സിംപ്ലിസിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അഡാസ് പോലുള്ള കാര്യങ്ങൾ വേണ്ട, 360 ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, പാർക്കിംഗ് സെൻറ്ററൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ഞാനൊരു ഡ്രൈവറാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടൊന്നും ആവശ്യമില്ല, അങ്ങനെയൊക്കെ കരുതുന്ന ആളൊക്കെ ആണെങ്കിലോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങാവുന്ന ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയായിട്ട് സ്കോഡ കുശാക്കിനെ കാണാം. പിന്നെ ഇതിൻ്റെ വില അനൗൺസ് ചെയ്യട്ടെ. പഴയ വണ്ടിക്ക് 10.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 60-നേക്കാളും കുറച്ചുകൂടി വില കൂടാനാണ് ചാൻസ്. ഓക്കെ, എന്നിരുന്നാൽ കൂടിയും ഈ വണ്ടി എന്ന് പറയുന്നത് ഈ 8 സ്പീഡ് ഗിയർ ബോക്സും ഈ 1 ലിറ്റർ ടർബോ TSIയും വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൈസിങ്ങിൽ കിട്ടുകയാണെങ്കിൽ അത് വർത്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും സിറ്റി കയറി, ഇനിയിപ്പോൾ ഇവിടെ ചവിട്ട് ഓടിക്കുന്നൊന്നുമില്ല, കാല് കൊടുത്ത് ഓടിക്കുന്നില്ല. ശരി.